നമ്മളെക്കാളും താഴ്ന്ന ലെവലിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളൂ. ഓട്ടോറിക്ഷക്കാരനോട് ചോദിക്കുന്ന ഒരാൾ ഓട്ടോറിക്ഷ എടുത്താൽ എന്തേ, ഓൻ പറയുന്നു യാ റബ്ബ് വാടകയില്ല എന്തുമില്ല, ഞാൻ റിക്ഷ വിൽക്കാൻ നിൽക്കുന്നു പറഞ്ഞിട്ട് ഒരാഴ്ച മോൻ പുതിയ റിക്ഷ വാങ്ങുന്നു. പക്ഷേ ഒരാളും അവരുടെ കാര്യങ്ങളെ പോലെ ആകണമെന്ന് കൊതിക്കൽ കുറവാണ്. അങ്ങനെ കൊതിക്കണം. വാഹിബ്ബലിന്നാസ്, ജനങ്ങൾക്കെല്ലാവർക്കും നീ കൊതിക്കണം. എന്ത് കൊതിക്കണം? നിനക്ക് നീ എന്താ കൊതിക്കുന്നത് അതുപോലെ എല്ലാവർക്കും നീ കൊതിക്കണമെന്നാൽ നീ പൂർണ്ണ മുഅ്മിനാകുന്നു. ഹബീബ് തങ്ങൾ പറയുന്നു, സുഖാഡംബരങ്ങളുള്ള ഖാലിഖായ റബ്ബിനെ കാണാൻ കഴിയുന്ന മനോഹരമായ ജന്നാത്തുൽ ഫിർദൗസില്ലയോ, അത് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ. ഒരു ദിവസം 3 തവണ അള്ളാഹിനോട് സ്വർഗം ചോദിക്കണം, 3 തവണ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കണം. അവൻ അന്നെങ്ങാനും മരിച്ചുപോയാൽ അവർ സ്വർഗത്തിലാണ് 3 തവണ ചോദിച്ചാൽ 4ാമത്തെ തവണ സ്വർഗം പറയും, അല്ലാഹുവേ അല്ലാഹുമ്മ അദ്ഖിൽഹു ഫിയാ, അവനെ നീ എന്നിലേക്ക് കടത്തുക അല്ലാ. ഓരോ ദിവസവും രാവിലെയോ രാത്രിയോ സൗകര്യം കിട്ടുമ്പോ 3 തവണ അല്ലാ സ്വർഗം താ അല്ലാ, നരകത്തെ തൊട്ട് കാക്കുക അല്ലാ. اللهم إني أسألك الجنة وأعوذ بك من النار. ഇത് 3 തവണ എല്ലാ ദിവസവും. അറബി അറിയാത്ത ആളുകള് അല്ലാ നീ എനിക്ക് സ്വർഗം താ അല്ലാ, സ്വർഗം താ അല്ലാ, സ്വർഗം താ അല്ലാ, നരകത്തെ തൊട്ട് കാക്കുക അല്ലാ, നരകത്തെ തൊട്ട് കാക്കുക അല്ലാ എന്ന് 3 തവണ ചൊല്ലിയാൽ അവനന്ന് മരിച്ചുപോയാൽ അവന് സ്വർഗമാണ്. അതുകൊണ്ട് മറക്കാതെ 3 തവണ സ്വർഗം ചോദിക്കണം, 3 തവണ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. റമളാൻ മാസത്തിലൊക്കെ നമ്മൾ ചെല്ലാളില്ലേ, ഇടക്കിടക്ക് അത് ചെല്ലുന്നത് നല്ലതാണ്. അറിയാത്തോർ ചെല്ലാൻ നിൽക്കണ്ട, അറിയാത്തോർ ചോദിച്ചു പഠിക്കുക. ചില ആളെല്ലാം തറാവീന്റെ സ്പീഡില് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹു മിനന്നാർ, അതിന്റെ ഇടയിൽ എന്നിട്ട് ചില ആൾക്കറിയില്ല. ഇപ്പൊ എന്തായി? അല്ലാഹുമ്മ ഇന്നി അസ്അലുക എന്ന് പറഞ്ഞ് നിർത്തി. പിന്നെ നാർ, പഠിച്ചോനെ റമളാൻ മാസത്തിൽ അല്ലാഹുവോട് ചോദിക്കുന്ന പഠിച്ചോനെ നരകം കൊണ്ടാ അല്ലാ. അറിയുന്നില്ലേ? മിണ്ടാതിരിക്കണം, അധിക പ്രസംഗാക്കാൻ പോകുമ്പോണ്ട. ചില ആൾ അറിയാത്തല പറയുന്നെ റമളാൻ മാസല്ലേ വരാൻ പോകുന്ന എടുത്തിട്ട് അല്ലാഹുമ്മ ഇന്നി അഫ്വൻ തുഹിബ്ബുൽ അഫ്വ അന്നി, കുറെ ആഫ് 2 ആഫ് കൂട്ടിയിട്ട് അല്ലേ. അറിയാത്തത് പറയണ്ട, ചോദിച്ചു പഠിക്കുക, ചോദിച്ചു പഠിക്കണം, ചൊല്ലി പഠിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മനോഹരങ്ങളായ ദിക്റുകളാണ്, അതിനെ തെറ്റിപ്പറയരുത്. അതുകൊണ്ട് അല്ലാഹുവോട് സ്വർഗം ചോദിക്കാൻ മടി കാണിക്കരുത്, നരകത്തെ തൊട്ട് കാവൽ ചോദിക്കാൻ മടി കാണിക്കരുത്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ, നരകത്തെ തൊട്ട് കാവൽ നൽകണം അല്ലാ. മുത്തുമുഅ്മിനീങ്ങളെ, സ്വർഗം വലിയ അനുഗ്രഹമാണ്. മഹാന്മാര് പറയുന്നു, ഊഹിക്കാൻ കഴിയുന്നതല്ല സ്വർഗം, മനസ്സിൽ വിചാരിക്കാൻ കഴിയുന്നതല്ല സ്വർഗം, വിവരിച്ചു കൊടുക്കാൻ പറ്റിയതല്ല സ്വർഗം, വാക്കുകളെ കൊണ്ട് വർണ്ണിച്ച് തീർക്കാൻ കഴിവുള്ളതല്ല സ്വർഗം. സ്വർഗം നരകത്തെക്കാളും കൂടുതൽ സ്വർഗത്തെ പറയണം. മഹാന്മാര് പറയുന്നു, നരകത്തെ അല്ല കൂടുതൽ പറയേണ്ടത്, സ്വർഗത്തെയാണ് കൂടുതൽ പറയേണ്ടത്. റബ്ബിന്റെ അദാബല്ല കൂടുതൽ പറയേണ്ടത്, റബ്ബിന്റെ റഹ്മത്താണ് കൂടുതൽ പറയേണ്ടത്.
അല്ലാഹുവിന്റെ സ്വർഗം അത് അനുഗ്രഹമാണ്. റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്തണം വർണ്ണിക്കാൻ. അതൊരു വർണ്ണിക്കാൻ കഴിവുള്ള ഒന്നല്ല, വിശദീകരിച്ച് പറയാൻ പറ്റിയ ഒന്നല്ല. സ്വർഗം അനുഗ്രഹമാണ്, സ്വർഗം ആനന്ദമാണ്, സ്വർഗം സന്തോഷമാണ്. സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ടാലേ സ്വർഗം എന്താന്നുള്ളത് അറിയാൻ കഴിയും. വളരെ വളരെ മസലുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് ഒരുക്കപ്പെട്ട സ്വർഗം എങ്ങനെയാണെന്നറിയോ? തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. ഒരുപാട് വിശേഷണങ്ങളുണ്ട്. സൂറത്ത്, പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുകളിൽ ഉടനീളം സ്വർഗത്തെ പറ്റി ഓരോന്നായിട്ട് വ്യത്യസ്തങ്ങളായിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പറ്റി പറയുന്നുണ്ട്. ഫിന്നൽ മുത്തഖീന ഫീ ജന്നാതി വ ഉയൂൻ. ഒരുപാട് വഅസ്ഹാബുൽ യമീൻ മാസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ലൂദ് വതൽഹിം മംലൂദ്. അങ്ങനെ നീട്ടിയിട്ട് വാഖിയ സൂറത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പറ്റി പറയുന്നുണ്ട്. വമാഇം മസ്കൂബ് വഫാഖിഹത്തിൻ കസീറ. അങ്ങനെ വലിയ വലിയ വിശേഷണങ്ങൾ ഓരോന്നും പറയുന്നു. അടുത്തടുത്ത് കൊലക്കുന്ന വാഴകളുണ്ട് സ്വർഗത്തില്, മുള്ളില്ലാത്ത ഇലന്ത മരങ്ങളുണ്ട് സ്വർഗത്തില്, വിശാലമായ തണലുണ്ട് സ്വർഗത്തില്, സദാ ഒഴുകുന്ന വെള്ളമുണ്ട് സ്വർഗത്തില്. അതുപോലെ ഒരുപാട് നിലക്കാത്ത ഫ്രൂട്ട്സുകളുണ്ട് സ്വർഗത്തില്. ഉയർന്നതായ ബെഡുകൾ, മെത്തകളുണ്ട് സ്വർഗത്തില്. അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് സ്വർഗത്തില്. അങ്ങനെ ഒരുപാട് വാഖിയ സൂറത്തിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തെ വിശേഷിക്കുന്നുണ്ട്. അല്ലാഹു നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, സ്വർഗം അനുഗ്രഹമാണ്. സ്വർഗത്തിൽ റഅയ്തുൽ ജന്ന, ഞാൻ സ്വർഗം കണ്ടു. ഫകാന ആമതു മൻ ദഖലഹാ അൽ മസാകീൻ. സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നുകൊണ്ടിരിക്കുന്നത് മിസ്കീന്മാരാണ്, പാവപ്പെട്ടവരാണ്. സ്വർഗത്തിലേക്ക് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് പാവങ്ങളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി ആളുകൾ കടന്നുകൊണ്ടിരിക്കുന്ന ആരാൻ? അൽ മസാകീൻ, പാവങ്ങളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, പാവങ്ങളോട് മഹബത്ത് വേണേ, പാവങ്ങളെ ഇഷ്ടം വെക്കണേ. കാരണം അല്ലാഹുമ്മ അഹീനി മിസ്കീന വ അമിത്നി മിസ്കീന. അല്ലാഹ് മിസ്കീനായി ജീവിപ്പിക്കണം, മിസ്കീനായി മരിപ്പിക്കണം, മിസ്കീന്മാരുടെ കൂടെ ഒരുമിച്ച് കൂട്ടണം. എന്തിനാണ്? മിസ്കീനാണ് സ്വർഗമുള്ളത്. ആദ്യം സ്വർഗത്തിൽ പോകുന്നവർ പാവങ്ങളാണ്, വിഐപികളല്ല, പണക്കാരല്ല, നേതാക്കന്മാരല്ല, ആരല്ല. പിന്നെ ആരാ? പാവങ്ങളാണ്, മിസ്കീന്മാരാണ്. പണക്കാരോ കോടീശ്വരന്മാരോ മഹ്ബൂസൂൻ, അവർ മഹ്ശറിൽ പിടിച്ചു നിർത്തപ്പെട്ടവരാണ്. അവർക്ക് ആയിരക്കണക്കിന് കൊല്ലം ഹിസാബുണ്ട്, ചോദ്യമുണ്ട്. അവർ അവിടെ ബാക്കിയുണ്ട്. പാവങ്ങളോ, ആ പാവങ്ങൾ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പാവങ്ങളായതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും വിഷമിക്കേണ്ടതില്ല. പാവങ്ങളാണ് ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, സ്വർഗത്തിൽ പോകാനുള്ള ഒരുക്കങ്ങളാകണം നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം, നമ്മുടെ വിഷയങ്ങളെല്ലാം, നമ്മുടെ വാക്കുകളെല്ലാം, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാം സ്വർഗത്തിലേക്ക് പോകാനുള്ളതാകണം. സ്വർഗത്തിലേക്ക് പോകാൻ എന്ത് വേണമെന്നോ? ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ
നമ്മളൊക്കെ കേട്ട് കാണുമല്ലോ ധാരാളം. കൃത്യമായി 5 വക്ത് നമസ്കാരം നിർവഹിക്കുന്നവരാരോ, നിസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തുന്നവരാരോ, നിസ്കാരത്തിന്റെ വിഷയം ശ്രദ്ധിക്കുന്നവരാരോ, പെണ്ണുങ്ങളെ പറ്റിയിട്ടാണ് റസൂലുള്ളാഹി പറയുന്നത്. ഏതൊരു പെണ്ണാണോ അവരെ നരകത്തിലേക്ക് വിളിച്ചറിയപ്പെടുന്നവരാണ്. മഹ്ശറയിൽ അവർക്ക് യാതനാജനകമായ ശിക്ഷയാണ്. ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് എടുത്തു കളയപ്പെടുകയാണ്. നിസ്കാരം വേണം. ഒരു പെണ്ണായവൾ കൃത്യമായി നിസ്കാരം നിർബന്ധമുള്ള ദിവസങ്ങളിൽ ഖലാക്കാതെ മനോഹരമായി ഖലാക്കിയിട്ട് നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഫസൗഫ യൽഖൗന ഗയ്യാ, നിസ്കാരത്തിൽ അലസതയുള്ളവർ, നിസ്കാരം ഖലാക്കുന്നവർ, അവർക്ക് ഗയ്യ് എന്ന് പറഞ്ഞ നരകമാണ്. വല്ലാത്ത കടുപ്പമുള്ള നരകമാണ് ഗയ്യ്. ഗയ്യിൽ അറിയപ്പെടുകയാണ് നിസ്കാരം ശ്രദ്ധിക്കാത്തവർ. നിസ്കാരത്തിന്റെ ഓർമ്മയില്ലാത്തവർക്ക് സ്വർഗമില്ല. സ്വർഗം വേണോ? കൃത്യമായി നിസ്കരിക്കണേ ഉമ്മ, നിസ്കരിക്കണേ രക്ഷിതാക്കളെ. കല്യാണമുണ്ടെങ്കിൽ അന്ന് നിസ്കാരമില്ല, മൊയിലാഞ്ചി ഉണ്ടെങ്കിൽ അന്ന് നിസ്കാരമില്ല, തിരിച്ചുകൂട്ടലുണ്ടെങ്കിൽ നിസ്കാരമില്ല, അപ്പത്തമംഗലത്തിന്റെ പേരിൽ നിസ്കാരമില്ല, പ്രോഗ്രാമുകളുടെ പേരിൽ നിസ്കാരമില്ല, മക്കൾ പഠിക്കുന്ന സ്കൂളിൽ കോളേജിൽ സ്കൂൾ ഡേകളിൽ പോയി കുത്തിരിക്കുന്നു, നിസ്കാരമില്ല. റമളാൻ മാസത്തിൽ പോലും നിസ്കാരം കളാക്കുന്നവരുണ്ട്. ഉമ്മാ, നിസ്കാരം കളാക്കിയവർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവരുടെ ജീവിതത്തിൽ ബറക്കത്തില്ല. അവർക്ക് അല്ലാഹു കാവൽ നൽകുന്നില്ല. അവർക്ക് അല്ലാഹു സന്തോഷം തരുന്നില്ല. അതുകൊണ്ട് നിസ്കാരമാണ് വലുത്. നിസ്കാരം ആനന്ദമാണ്. നിസ്കാരം ആശ്വാസമാണ്. സ്വർഗത്തിലേക്ക് വേണ്ടതും അതാ. ഫർളിന്റെ കൂടെ ധാരാളം സുന്നത്തുകളും നിസ്കാരം ധാരാളം കാഴ്ചവെക്കണം. സ്വർഗത്തിലെ ഹൂറികൾക്കുള്ള മഹർ ഗസാലി ഇമാം പറയുന്നു, തഹജ്ജുദിലെ നീണ്ട നൃത്തമാണ്, സുജൂദാണ്. സ്വർഗത്തിൽ കടക്കുന്നവർക്കുള്ള ലക്ഷണം മഹാന്മാര് പറയുന്നു, സുജൂദിൽ ഒരുപാട് നേരം സുജൂദിൽ കിടക്കുന്നവരാരോ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകണോ? ധാരാളം നേരം സുജൂദിൽ കിടക്കണം. അത് സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിലാണ് നല്ലത്. ഒരുപാട് സമയം സുജൂദിൽ കിടക്കുക. നീണ്ട സുജൂദ് സ്വർഗത്തിലേക്കുള്ള കാതിൽ തുറക്കലാണ്. നീണ്ട സുജൂദ് ചെയ്യുക, സുജൂദിൽ കിടന്നിട്ട് കരയുക, സുജൂദിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. എന്നാൽ സ്വർഗത്തിൽ എളുപ്പത്തിൽ പോകാമെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. ഫർള് നിസ്കാരങ്ങൾ കളാക്കരുത്. കൂടെ സുന്നത്തുകൾ. സ്വർഗത്തില് ളുഹാ എന്ന പേരുള്ളൊരു വാതിലുണ്ട്. ഐനല്ലദീന, വിളിക്കപ്പെടുകയാണ്. എവിടെ? ഒരു കൂട്ടര്. ആരാണ് അവർ? ദായിമയാക്കിയവരാണ്, കൊണ്ടു നടന്നവരാണ്. സ്വലാത്തുൽ ളുഹാ, സുന്നത്തായ ളുഹാ നിസ്കാരം എപ്പോഴും നിർവഹിച്ചവരാരോ. ളുഹാ എന്ന് പറയുന്നൊരു വാതിലുണ്ട് സ്വർഗത്തില്. ളുഹാ നിസ്കാരം മുടങ്ങാതെ കൊണ്ടു നടന്നവർ, അവർക്ക് ആ വാതിലിലൂടെ ഒരു നിങ്ങൾ ളുഹാ നിസ്കാരം കൊണ്ടു നടന്നവരല്ലേ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. തഹജ്ജുദും ളുഹായും സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയാണ്. തഹജ്ജുദ് നിസ്കാരം ആനന്ദമാണ്, ടെൻഷനുകൾക്കുള്ള പരിഹാരമാണ്, ബുദ്ധിമുട്ടുകൾ തീരാൻ നല്ലതാണ്, കടങ്ങൾ വീട്ടിൽ കിട്ടാൻ നല്ലതാണ്, മനസ്സമാധാനമില്ലാതെ കഴിയുന്നവർക്ക് സമാധാനം കിട്ടാൻ തഹജ്ജുദ് നിസ്കാരം ഫലപ്രദമാണ്. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ, മലക്കുകളുടെ കാവലുണ്ടാകാൻ, എല്ലാത്തിനും ഉള്ളതാണ് തഹജ്ജുദ്. ളുഹായോ സകലമാന കെണിപ്പുകൾ, വേദന, കയ്യുകാല് കടച്ചില്, അല്ലെ, നടുവേദന, മുട്ടുവേദന, ഇതിനൊക്കെ എല്ലാത്തിനുമുള്ള പരിഹാരമാണ്. മുട്ടുവേദന മാറാൻ ളുഹാസ്കരിക്കരുത്. നടുവേദന മാറാൻ ളുഹാസ്കരിക്കരുത്. ളുഹാ നിസ്കാരം കൊണ്ടുള്ള ഫായിദകളാണ്.
അള്ളാഹ്ക്കും വേണ്ടി സ്വർഗം കിട്ടാൻ വേണ്ടി റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ളുഹാ നിസ്കരിച്ചോ ഉമ്മ. നടുവേദന, ഊരവേദന, കൈകാല് കടച്ചില്, ഇപ്പൊ എന്താ കൈകാല് കടച്ചിലൊക്കെയായി അല്ലെങ്കിൽ മുട്ടുവേദനയായി ഒക്കെ ആയാൽ വേഗം പോയിട്ട് ആരെങ്കിലും ചികിത്സന്റെ അടുത്ത് പോയിട്ടാ, ഇനി കണിയാണിന്റെ അടുത്ത് പോയിട്ടെങ്കിലും ശരി, മറ്റ കാഫിര്യങ്ങളുടെ അടുത്താണെങ്കിലും ശരി, പോയിട്ട് പറയും ഒന്ന് കണക്ക് നോക്കണോ, നല്ലോണം കൈകാല് കടച്ചിലുണ്ട്. അപ്പോ ഒരു പറയുന്നു ബുദ്ധിമുട്ടാക്കിനീന്ന്, ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കച്ചവടമില്ല, ബുദ്ധിമുട്ടുണ്ട്, ശരിയാക്കി തരാം, ഏതായിരം റുപ്യന്റെ ചെലവുണ്ട്, എനിക്ക് നിങ്ങൾ തന്നെങ്കുവാവും തന്നില്ലെങ്കുവാവും. ഈ ഏതായിരം റുപ്യ ആയിരിക്കും അയാൾക്ക് തന്നെ. പിന്നെ പയ്യക്ക തന്നെങ്കുവാവും തന്നില്ലെങ്കിലും ആവും ഈ രൂപത്തില്. സംശയം അത് വേണ്ട. കൈകാലുകൾ, കടച്ചിലുകൾ, വേദനകൾ എല്ലാത്തിനും അല്ലാണാളെ സുഖലോക സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടാൻ ളുഹാ നിസ്കാരം ആദത്താക്കിയത് കൊണ്ട് സ്വർഗത്തിൽ കടക്കാമെന്ന് മഹാന്മാര് പറയുമ്പോ ഫർള് നിസ്കാരം കൃത്യമായി കൊണ്ടു നടക്കാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എത്ര സദഖ ചെയ്തിട്ടും കാര്യമില്ല, എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല. ഫർള് നിസ്കാരമാണ്. ഇദാ സ്വല്ലത്തിൽ മറതു ഖംസഹാ, 5 നേരം നിസ്കാരം കൃത്യമായി കൊണ്ടു നടക്കുന്നവരാകണേ. നിസ്കാരം കളാവരുത്, നിസ്കാരം കളായി പോകരുത്. നിസ്കാരം കളാകരുത്. ഉമ്മമാരൊക്കെ അങ്ങനല്ലേ? ഇന്ന് ചില ഉമ്മമാരൊക്കെ ളുഹൂർ നിസ്കരിക്കല് 3:45, ളുഹൂറിന്റെ ഉളു ഉണ്ട്, അസർ കിട്ടണം. അസർ നിസ്കരിക്കൽ 6:10. എന്തേ? അസറിന്റെ ഉളു കൊണ്ട് മഗ്‌രിബ് കിട്ടണം. ഇങ്ങനെ ഒന്നിലേക്ക് കൊണ്ടുപോയിട്ട് എന്നിട്ട് ഇരിക്കും. നിസ്കാര കുപ്പായിൽ ഇട്ടിട്ട് മാലെല്ലാം പിടിച്ചിട്ട് വാങ്ങൊടുത്താ കേട്ടപ്പോളെ ഉപ്പ ഇപ്പളയാക്കണോ, എന്താ ചൂട് പൊട്ടീനാ വാങ്ങൊടുത്താതല്ല കേട്ട. ആ കേട്ടപ്പോളെ കൊടുത്തിട്ടില്ലെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞോളണം. ഒറ്റ അതേ നിസ്കാര കുപ്പായത്തിൽ തന്നെ. ചില പെണ്ണുങ്ങളെല്ലാം അങ്ങല്ല, നിസ്കാരം കഴിഞ്ഞിട്ട് കുപ്പായത്തിലെല്ലാം മടക്കിയിട്ട് ഒരു ഏറുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് തേടും വേണ്ട എന്ത് ഷാവിന്റെ ദൂത്ത നിസ്കാര കുപ്പായ മുസല്ലല ഓടക്ക് പോന്നെയാന്തോ വേടെ വെച്ചെങ്കിലും കാണുന്നില്ല. കൊറേ കഴിഞ്ഞ് നോക്കുമ്പോഴാ കിട്ടി. അതിനെങ്ങാനും മനുഷ്യന് മണത്തുപോയെങ്കിൽ ആർട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ സീത പോയത്. അങ്ങനത്തെ സ്മെല്ല് ചണ്ടിയായിട്ട് ഈനിലിട്ടിട്ട് മുദ്ദാക്കിയിട്ട് മുസല്ലന്റെ ഉള്ളില് ബൽത്ത മക്കനെയും ബൽത്ത നിസ്കാര കുപ്പായവും കറുത്ത മക്കനെയും. അതെന്തിന്റെ കറുപ്പല്ല, കരിമ്പാറ്റ പൊടിച്ചിട്ട് കറുത്തിട്ട് പോയിന് നിസ്കാര കുപ്പായ. പെരുന്നാക്ക് ഡ്രസ് എടുക്കുന്നു, മംഗലത്തിന് എടുക്കുന്നു, നിസ്കാര കുപ്പായത്തിന് പിന്നുമുള്ളു കുത്തിയിട്ട്. പിന്നെ റമളാനിലെ ക്ലാസ് എടുക്കുമ്പോൾ ചോദ്യം, ഉസ്താദെ നിസ്കാര കുപ്പായത്തിന് ഉജാള മുക്കുന്നത് അലാല റമ കറായത്താണ്, ആയെങ്കും പുതിയതെടുക്കലാന്ന്. സാരിയാ, സാരി പട്ട് സാരി, മെൻസ് സാരി, മറ്റേ സാരി, എല്ലാ സാരി അട്ടിയുണ്ട്. ആരെങ്കിലും ബിർന്നർ വന്നിട്ട് നിസ്കാര കുപ്പായ ഉണ്ടാന്ന് കേൾക്കുമ്പോ ഞാൻ മിന്നുണ്ട് അയാളോട് ചെന്നൊരു നിസ്കാര കുപ്പായ കൊണ്ട് ഇത് ബെടക്കയിന് കീറി. ഈ ആണുങ്ങൾക്ക് ഇനി പുറത്തുണ്ടാ, ഈ ബാക്കിയെല്ലാം ആണുങ്ങ കൊടുന്നില്ല. ഈ പറഞ്ഞ ഈ കപാട്ടിൽ നിറച്ചുള്ളതെല്ലാം ആണുങ്ങ കൊടുന്നതാ. നിസ്കാര കുപ്പായന്റെ ആണുങ്ങ കൊണ്ടുവരാൻ ഇടക്കിടക്ക് റമളാനാകുമ്പോ പെരുന്നാളിന് വേണ്ടി ഡ്രസ്സിന് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരില്ലേ? റമളാൻ വരുന്നതിന് മുമ്പ് മനോഹരമായ നിസ്കാര കുപ്പായം ഒക്കെ ഉണ്ടാക്കണം. നിസ്കാരത്തിന് താല്പര്യമുള്ളവർ നിസ്കരിക്കാനുള്ള വിഷയങ്ങളിൽ എല്ലാ അർത്ഥത്തിലും നല്ല സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ, നല്ല സൂക്ഷ്മതയോടെ. സൂക്ഷ്മത എന്ന് പറഞ്ഞെങ്കിൽ വസ്വാസല്ല. ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ട്, കുളിച്ചിട്ട് വന്നിട്ട് കണ്ണാടിയെല്ലാം നോക്കുന്ന പോയെങ്കിലും പോയ തന്നെ 1 മണിക്കൂർ 1.25 മണിക്കൂറല്ല ബാത്റൂമിൽ. ഒരുപാട് സമയം ചെലവഴിക്കേണ്ട ഇടല്ല ബാത്റൂം. ശൈത്താന്മാരുടെ കേന്ദ്രമാണ്, അവരുടെ വാസസ്ഥലമാണ്. വേഗം പോകണം, വേഗം വരണം. ബാത്റൂമിൽ നിന്ന് കുളിക്കാൻ പോയാലും ടോയ്ലറ്റിലേക്ക് പോയാലും വേഗം ഉള്ളിൽ നിന്ന് പുറത്തു വരണം. അതാണ് ഖൈറ്. അല്ലാതെ പോയാൽ വസ്വാസ് അല്ലേ?
ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടല്ല, വെള്ളം കണ്ടാൽ വസ്വാസ്, പാത്രം കഴുകിയാൽ പിന്നെയും പിന്നെയും കഴുകുന്ന, കൈ കഴുകിയാൽ പിന്നെയും പിന്നെയും കഴുകുന്ന, ഒളോടുത്തിട്ട് വന്നിട്ട് നിസ്കാരക്കൊപ്പായിൽ ഇട്ടിട്ടാകുമ്പോ വയ്യക്ക് കാല് ശരിക്ക് കൈന വയ്യക്ക് സംശയം സുറൂന്ന് വയ്യക്ക് ഒളോടുത്തിട്ട് വന്നിട്ട് നോക്കുമ്പോ വയ്യക്ക് വസ്വാസ്, പാട്ട് കിടാവ് മൂത്രവിറ്റ് അയിലമിറ്റ് ചവിട്ടിയാന്ന് വയ്യക്ക് പോയിട്ട് കാല് കൈ. ഇങ്ങനെ ഒരു ജാതി പണ്ടൊരാള് ഞാൻ കേരളത്തിൽ ഒരു സ്ഥലത്ത് പോയപ്പോ 10:15 അയാൾ ബക്കറ്റ് എടുത്തോണ്ട് പോന്നെ കാണുന്നു കുളത്തിന്റെ അടുത്തേക്ക്. ഞാൻ കേട്ട അയാൾ ഉടക്ക് വന്നേന്ന്. അപ്പൊ അയാൾ ചെല്ലു ഉസ്താദ് ലുഹുർ കൊളു കൊടുക്കാൻ പോന്നെ അയാള്. അപ്പൊ 10:15 ബാൽദി എടുത്തോണ്ട് പോയെങ്കിൽ ലുഹുർ അമ്മ അയാൾ കൊളു കിട്ടുന്നു. പടച്ചോൻ കാക്കണം, അള്ളാഹു നീ കാക്കട്ട്, അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തട്ട്. വസ്വാസ് നല്ലതല്ല, സൂക്ഷ്മത നല്ലതാണ്. അത് നിസ്കാരത്തിലാവട്ടെ, കുളിയിലാവട്ടെ, ഉളൂയിലാവട്ടെ, വസ്വാസ് നല്ലതല്ല. വസ്വാസ് കൂടുതലായാൽ ഇബാദത്തുകളെ ബാധിക്കുന്നു. അത് അല്ലേ ചില ആണുങ്ങളുടെ പള്ളിയിൽ വന്നിട്ട് കാണുന്നില്ലേ, നിസ്കരിക്കാൻ കഴിയണം അള്ളാനെ പിടിക്കാവുന്ന പോലെ കയ്യല്ല എതിർക്കല്ലാക്കിയിട്ട് ഇമാമ് റുക്കൂലേക്ക് പോയാൽ ഒന്നുമില്ല, അപ്പളെ പോന്ന് വസ്വാസില്ല, എന്തില്ല. എപ്പോ തുടങ്ങുന്ന ഇത്? 2 കൈന് തായിട്ട് വയ്യക്ക് അല്ലേ. ചില ഔദിന്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഔദിനെല്ലാം ഇപ്പുറത്തുള്ള വെള്ളം അപ്പുറത്തേക്ക് ഊന്തിയിട്ട് അടിയിന്ന് ഫ്രഷ് വെള്ളം വലിച്ചിട്ട് മീത്തൊക്കെ എടുത്തിട്ട് ഹലാല് ഓ മാത്രം ഹലാല്, ബാക്കിയെല്ലാവരും ഹറാമായിക്കൊണ്ടുള്ള ഓ മാത്രം ഹലാലായ ഒളോടുക്കല്. പെണ്ണുങ്ങൾക്കുണ്ട് അങ്ങനെ ചില വിശ്വാസം. പിന്നെയും കഴുകുക, പിന്നെയും ഒളോടുക്കുക. നിസ്കരിച്ചാൻ എന്നെ വയ്യക്കും ഓതിയാൻ എന്നെ പിന്നെയും ഓതുക അല്ലേ. ചില ആൾക്ക് ഇങ്ങനെ ഒരു ജർക്കിട്ടിട്ട് കിട്ടാത്ത പോലെ ചില ജാഗയിലല്ല. ഞങ്ങളുടെ നാട്ടിലൊരാളുണ്ടായിരുന്നു, അയാൾക്ക് അത്തയ്യാത്തൊന്നും ആട് ക്ലച്ച് അളക്കുന്നില്ല, അത്താനാക്കിയിട്ടുണ്ടല്ലോ. ഇമാമ് സലാം വിട്ടോളൂ, ഇയാൾ അത്തന്നാക്കുന്നത്. സലാം വിട്ടുമ്പോ തീർന്നു, പിന്നെ ഒന്ന് ഓതാനും ഇല്ല. ചില ആളുകൾക്ക് അങ്ങനെയുള്ള നിസ്കാരല്ല. നല്ല ഇഖ്ലാസോടെ, നല്ല ആത്മാർത്ഥതയോടെ, നല്ല ഖുശൂഓടെ. ഖുശൂ എന്ന് പറഞ്ഞാ വസ്വാസല്ല. ചില ആൾ അങ്ങനെ വിചാരിച്ചു ഖുശൂ എന്ന് പറഞ്ഞെങ്കിൽ ചെല്ലിയ തന്നെ പിന്നെ ചൊല്ലുന്ന അങ്ങനെ ചൊല്ലിക്കൊണ്ട് കുറെ ഇല്ലാത്തത് കൂട്ടിയിട്ട് ഉള്ളത് ഇല്ലാതെയാക്കിയിട്ട് കുറെ മുസീബത്തുകൾ വലിച്ചിടലല്ല സൂക്ഷ്മത. പിന്നെ നല്ല ഖുശൂഓടെ നിസ്കരിക്കണം, സാവകാശം നിസ്കരിക്കണം, തിരക്കൂട്ടരുത്, അർജന്റാവരുത്. പെട്ടെന്ന് റുകൂഉം സുജൂദും ചെയ്ത് എണീക്കുന്നവർ കോലം മഴിക്കപ്പെട്ടവരായിട്ട് മഹ്ശറയിൽ വരാനിടയുണ്ട്. അതുപോലെ ഇമാമിനേക്കാളും മുമ്പില് എണീക്കുന്ന ആള്, ചില ആൾക്ക് എപ്പോ നോക്കിയും കടിപിടി. ഇമാമ റുക്കൂലുണ്ട്, എണിച്ചിട്ട് കാത്തോണുണ്ട്, ഇമാം ബർത്ത് പറഞ്ഞിട്ട് ഇമാമിനാട്ടി അർജന്റ് പാടുള്ളതല്ല. മഹ്ശറയിൽ കോലം മറിക്കപ്പെട്ടവരാകും. ഇമാമ് പറഞ്ഞതിനെ കേട്ടോളണം, അതിനാണ് ഇമാമുള്ളത് അല്ലേ. ഇമാം ഉസ്താദ് വയൽ പറഞ്ഞാൽ അതെന്താ ഉസ്താദ് അങ്ങനെ പറഞ്ഞ്, അത് ഞങ്ങക്ക് പറഞ്ഞതാ, ഓനി പറഞ്ഞത്, ഇതൊന്നുമില്ല. ഇമാമ് പറഞ്ഞത് ഞമ്മക്ക് എല്ലാവർക്കുമാണ്, അതനുസരിച്ചോളണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആലിമീങ്ങളുടെ നേതൃത്വത്തിന് ബഹുമാനം കൊടുത്തുകൊണ്ട് അനുസരണത്തോടെ ജീവിക്കുന്നവരാകണം. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, നിസ്കാരമാണ് അസ്സലാത്തു നൂറുൻ വ ബുർഹാൻ. ദുനിയാവിൽ രക്ഷയാണ്, ഖബറിൽ രക്ഷയാണ്, പ്രകാശമാണ്, തെളിവാണ്, രക്ഷക്കുള്ള വഴികളാണ്. ഒളോടുക്കുമ്പോ ഒന്ന് നീട്ടിയിട്ടൊളോടുക്കണേ, ഒന്ന് കൂട്ടിയിട്ടൊളോടുക്കണേ. പെണ്ണുങ്ങളെല്ലാം ടൈറ്റ് വെച്ച് വസ്ത്രങ്ങൾ ഇട്ടിട്ട് കൈയിന്റെ അങ്ങോട്ട് കേറുന്നില്ല, പിന്നെ ടാപ്പിലേക്ക് കൈ കാണിച്ചിട്ട് അവിടെ തന്നെ ഒളു ശരിയാക്കുന്നവർ സൂക്ഷിക്കണേ. ഒഴുകണം, വെള്ളങ്ങളെല്ലാം ഒഴുകണം. മനോഹരമായി ഒളു ചെയ്യണം, കൃത്യമായി ഒളു ചെയ്യണം. ഒളുവിന്റെ അവയവങ്ങളെല്ലാം വെള്ളം നല്ലവണ്ണം കൊള്ളണം, നീയത്ത് വെച്ചിരിക്കണം. ഒളുവെടുക്കുമ്പോ മിസ്വാക്ക് ചെയ്യണം. അള്ളാന്റെ മുന്നിൽ നിൽക്കുമ്പോ സ്മെല്ലുള്ള വാസനയുള്ള വായയുമായിട്ട് പഠിച്ചോന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. ആരെ ഉസ്താദന്മാരടുത്തും പോകാൻ പാടില്ല, ആ പള്ളിയിൽ പോകാൻ പാടില്ല. ശ്രദ്ധിക്കണം ആണുങ്ങളൊക്കെ. ബെത്തലടക്കാല തിന്നോണ്ട് ഉസ്താദിന്റെ അടുത്തേക്ക് നിക്കി ഉസ്താദ് വടക്ക് വന്ന് നിക്കി. ഉസ്താദിന് പേടിയാണ്, ഇസ്തിരിട്ടിട്ട് വന്നത്ര ഇപ്പൊ അയാൾ തുപ്പുനന്ദുണ്ട്.
പിന്നെ ചില ആള് വീടി വലിച്ചിട്ട് നാറിയിട്ട് പൊട്ടുന്നു. ഉസ്താദ് ഇത് ഒരു ഡിസൈൻ ചെന്ന ഇതിൽ പേര് നോക്കാം, അടുത്തേക്ക് വിളിച്ചിട്ട് മൂക്കിന്റെ ചെവിന്റെ അടുത്തേക്ക് ഗുട്ടു ചെല്ലാൻ കൊണ്ടുവന്നെ ബായി നാറിയിട്ട് പൊട്ടും. പാടുള്ളതല്ല. ആളുകളോട് സംസാരിക്കുമ്പോ ഒരു ഗ്യാപ്പ് വെക്കൽ നല്ലതാണ്. സ്മെല്ല് വരാതെ ഖാലിക്കായ റബ്ബിലേക്ക് അടുക്കുമ്പോ മിസ്വാക്ക് ചെയ്തിട്ട് വുളൂ ചെയ്യണം. അത് വളരെ സൂക്ഷിക്കണേ. നിസ്കാരത്തിന്റെ സമയത്ത് മിസ്വാക്ക് പറ്റുന്നവർ അത് ചെയ്യണം. നിസ്കാരത്തിൽ നല്ല ഖുശൂഅോടെ ആത്മാർത്ഥതയോടെ തഖ്വയോടെ നിസ്കരിക്കണം. ഇതിപ്പോ തറാവിയല്ല, റമളാനാകുമ്പോ ആടെ 5 മിനിറ്റ് ബയാന്നിട്ട് ആടക്ക് പോകുന്ന ബാലക്കാർ ബൈക്ക് എടുത്തോണ്ടു, ആടെ സ്പീഡ് ഉണ്ടു, സൂപ്പർ ഫാസ്റ്റ്. റമളാനാകുമ്പോ ഒരു ഏടെന്നറിയില്ല, ഏതൊരു നാട്ടിലത്തെ ഒരു ഇമാമ നിസ്കരിച്ച വീഡിയോനെ ഷാബാന് ലാസ്റ്റ് ആകുമ്പോ തുടങ്ങുന്നു. ഉസ്താദ് സ്ത്രീക്ക് നോക്കിയില്ല, ഇതിനെ നോക്കി ജമാഅത്തുകാരെല്ലാം കണ്ടിട്ടില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഒരു വീഡിയോ കണ്ടിട്ടില്ലേ? റമളാനാകുമ്പോ എല്ലാരും നമുക്ക് ഇതൊക്കെ അയച്ചുതരാ. പിന്നെ അയക്കുന്ന എന്ത് പറയുന്നത് ആർക്കും സ്വയമില്ല. ഉസ്താദന്മാരെ കളിയാക്കാൻ ചാൻസ് കിട്ടി എന്തും പറയുന്നു. മിഞ്ഞാന്ന് പിന്നെ ഒരു 40 ആളെ അയച്ചു. ഉസ്താദ് ഐലന്റെ തലന്റെ വിഷയത്തിൽ ഗളാട്ടയാല ബുദ്ധി വേറെയാല വേറെ കൊടി ജാഗ്രത മാടി അത് മാടി. സത്യാവസ്ഥ എന്തൊന്നുമില്ല. ഉസ്താദന്മാരെ പറയാൻ കിട്ടിയ ചാൻസ് പോട്ടു, അതിന്റെ ഒക്കെ പോട്ടു. ഉസ്താദന്മാർ കുറയായില്ല, ഞങ്ങളെ പറയുന്നത്. ഉസ്താദന്മാരെ കുറച്ച് പറയാൻ നോക്കാം. സത്യം അസത്യം തിരിച്ചറിയാതെ ഒന്നിലും ഇടപെടരുത്, നല്ലതല്ല. ഏതുമാകട്ടെ നിസ്കാരം വളരെ മനോഹരമാക്കണം, റുക്കൂ മനോഹരമാകണം, സുജൂദ് മനോഹരമാകണം. കൂടുതൽ സമയം സുജൂദിൽ കിടക്കുന്നവനാരോ അവന് മഹ്ശറയിൽ മണിക്കൂർ കണക്കിന് കാത്തു നിൽക്കാതെ സ്വർഗത്തിൽ കടന്നാൽ അവൻ വലിയ ഭാഗ്യവാനാണ്, കടക്കാൻ കഴിവുള്ളവനാണ്.